തന്നെ ഇത്തരത്തിൽ പരാമർശങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് എതിരായി വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധം എന്ന നിലയിലാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിനെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് UDF സ്ഥാനാർത്ഥി പരസ്യമായി പണം നൽകിയെന്ന് പരാതി. പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 12-ാം നമ്പർ വാർഡിലാണ് സംഭവം. UDF സ്ഥാനാർത്ഥി രാമകൃഷ്ണനാണ് വോട്ടർമാർക്ക് പണം നൽകിയത്. നമ്പർ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ചില്ലറ മാറ്റിയിട്ടൊന്നും തരില്ലല്ലോ. ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. എന്താ സംഭവം? എന്താ സംഭവം ചോദിക്ക. ചില്ലറ കുറച്ച് തടഞ്ഞൂല്ലേ? ചില്ലറ കുറച്ച് തടഞ്ഞൂല്ലേ ചോദിക്ക. എന്നാ ഇനി ആരോടും പറയണ്ട. ആ എന്താ കിട്ടിയത്? 500 1000 ആ ശരി ശരി. ആ ശരി ശരി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് UDF സ്ഥാനാർത്ഥിക്കെതിരെയാണല്ലോ ആരോപണം ഉയർന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരത്ത് ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥി പണം നൽകി വോട്ടർമാരെ സ്വാധീനിച്ചു എന്നുള്ള ആരോപണം. എന്താണ് വസ്തുത? തീർച്ചയായിട്ടും പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് UDF സ്ഥാനാർത്ഥി പണം നൽകിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ CPMും ഒക്കെ ഈ വിഷയത്തിൽ പരാതി കളക്ടർക്കുൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വാർഡ് 12 മംഗലാംകുന്നിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ രാമകൃഷ്ണനാണ് വോട്ടിന് പണം നൽകിയത്. മംഗലാംകുന്ന് സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തുള്ള കോൺഗ്രസിന്റെ ഒരു ബൂത്ത് ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി K രാമകൃഷ്ണൻ വോട്ടർക്ക് പണം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹി കൂടിയാണ് ഈ രാമകൃഷ്ണൻ എന്നുള്ളതാണ്. ഏതായാലും ഈ പണം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമീപത്തെ ചില ആളുകൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പണം നൽകിയതിനെ കുറിച്ച് വിളിച്ച് പണം ലഭിച്ച ആളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. 1000 രൂപ നൽകി എന്നുള്ളതാണ്. ഏതായാലും UDF പരാജയ ഭീതി മൂലം വലിയ രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ വോട്ടിന് പണം നൽകുന്ന തരത്തിലേക്ക് പാലക്കാട് പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJPയും CPMും ഉൾപ്പെടെ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും UDF ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള വഴി സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥി പരസ്യമായിട്ട് ബൂത്ത് ഓഫീസ്, കോൺഗ്രസിൻ്റെ തന്നെ ബൂത്ത് ഓഫീസിൽ വെച്ച് വോട്ടിന് പണം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന പരാതി. ഏതായാലും 1000 രൂപയാണ് ലഭിച്ചു എന്ന് പണം വാങ്ങിയ വ്യക്തിയുടെ ഓഡിയോ സന്ദേശത്തിൽ ഉള്ളത്. ഇത്തരത്തിൽ ആ ഒരു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സമാനമായ രീതിയിൽ പണം വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. പഞ്ചായത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയുടെ വിവിധ കോണുകളിൽ കോൺഗ്രസ് ഇത്തരത്തിൽ വ്യാപകമായിട്ട് വോട്ടിന് പണം നൽകുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് NDA സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റ ശ്രമം. ദേലമ്പാടി പഞ്ചായത്ത് 8-ാം വാർഡ് പടിയറുക്കലാണ് സംഭവം. NDA സ്ഥാനാർത്ഥി വിദ്യാ മഹേഷിനെയാണ് CPM നേതാവ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. പാണ്ടി ലോക്കൽ സെക്രട്ടറിയും മുൻ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ A സുരേന്ദ്രന്റെ